ആ നിയ്യത്തിന്റെ കുറവാണ് ഒരാളുടെ ഖൽബ് മോശമാവാനുള്ള 6 കാരണങ്ങളിൽ ഒരു കാരണമെന്ന് മഹാനരായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. രണ്ടാമത്തെ കാരണം ഏതാണ്? മഹാനവറുകൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയതായി കാണാം. ദിന്നൂനിൽ മിസ്രി തങ്ങൾ അവിടുന്ന് പറയുന്നു, അൽ ഹിർസു ബിശ്ശഹവാത്ത്, സ്വേച്ഛപ്രകാരം മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ അലച്ചവരലാണ്. തന്നിഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കലാണ്. മനസ്സിൽ വേണ്ടതല്ലാത്തത് ഇങ്ങനെ താല്പര്യപ്പെടലാണ്. നിലവിൽ താല്പര്യമുള്ള പല കാര്യങ്ങളും നമുക്ക് ഗുണമുള്ളതല്ല. ഗുണമുള്ള കുറെ കാര്യങ്ങളുണ്ട്, താല്പര്യപ്പെടാറില്ല. അല്ലേ? ഒരുപാട് കാര്യം നമുക്ക് താല്പര്യമുണ്ട്, ഗുണമല്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് വീഡിയോ എടുക്കൽ താല്പര്യമാണ്. അല്ലേ? നോൽമാൻ തുറന്ന നേരെ പോകുമല്ലോ, പിന്നേക്ക് നേരെ പോകും. സിഗരറ്റ് കൊണ്ടാ നോമ്പ് നീ തുറക്കേണ്ടത്, അല്ലാതെ വന്നാൽ ബീഡിയാണേ നല്ലത് എന്നും പറയും. നമ്മൾ പഠിച്ച കാരൊക്കെ കൊണ്ടാ നോമ്പ് നീ തുറക്കേണ്ടത്, അല്ലാതെ വന്നാൽ വെള്ളമാണേ നല്ലത്. മദ്യപാനം ചില ആളുകൾക്ക് താല്പര്യമാണ്, ഗുണമില്ല. മോശമായ വർത്തമാനം പറയൽ ചില ആളുകൾക്ക് താല്പര്യമാണ്, ഗുണമില്ല. ആ നിലയ്ക്ക് പല തെറ്റായ, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് പലർക്കും താല്പര്യമാണ്. ഭക്ഷണം കഴിക്കുന്നിടത്ത് പല ആളുകൾക്കും പല പഥ്യമാണ്. നല്ലത് കഴിക്കുന്നിടത്തിന് പകരം പലതും മോശമായത് കഴിക്കാറുണ്ട്. ബിരിയാണി അടിച്ചതിന്റെ ശേഷം ഒരു കാരണവശാലും സോഡ കഴിക്കാൻ പാടില്ല. തടിക്ക് കേടാണ്, ആമാശയത്തിന് കേടാണ്, ഒക്കെ കേടാണ്, പാടില്ല. പക്ഷേ ഒന്ന് കാരണം ഒരു 3 പരിപാടിയിലുണ്ടാവും. ചിലപ്പോൾ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടാവും, ഒരു പേറ്റിനൂടി കൊണ്ടാവും, ഒരു തക്കാരം ഉണ്ടാവും. ആ അഡ്ജസ്റ്റ് കയറി നാരങ്ങ സോഡമ്മേ. താല്പര്യമാണ്, ഗുണമുള്ളതല്ല. ഗുണമുള്ള പല കാര്യങ്ങളുമുണ്ട്, താല്പര്യപ്പെടാറില്ല. തഹജ്ജുദ് നിസ്കാരം ഗുണമുള്ളതാണ്, സുബ്ഹാനല്ലാഹ്, താല്പര്യപ്പെടുന്നവർ വളരെ കുറവാണ്. അതല്ലേ വൽയഖും الذين تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. നാളെ ആഖിറത്തിൽ വെല്ലുമ്പോൾ മുമ്പ് സൂചിപ്പിച്ചില്ലേ, എണീക്കട്ടെ രാത്രി സമയത്ത് പായയിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഫയഖൂമുന വഹും ഖലീൽ, കുറച്ചാളെ ഉണ്ടാകും. ദേശാള്, തുള്ളിയാള്, വളരെ കുറച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. ഉറപ്പാണ്, കുറച്ചേ ഉണ്ടാകുള്ളൂ. ഇപ്പൊ സാറാ റമദാൻ കഴിഞ്ഞാൽ തഹജ്ജുദ് ഉണ്ടാകും. റമദാൻ കഴിഞ്ഞാൽ ഈ ഇത്തരിക്കാൻ കിട്ടുമോ? കിട്ടൂല. അതെന്താ? താല്പര്യമല്ല. ഗുണമുണ്ട്, താല്പര്യമല്ല. അതാണ് അതിന്റെ ഏത് സംഗതി. അങ്ങനെയാണ്. പിന്നെ പല തിരക്കുകളും. അൽഹംദുലില്ലാഹ് ഇവിടെ തന്നെ ഇങ്ങനെ നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടിയുണ്ട്. അങ്ങനെ പല സ്ഥലത്തും വയൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കുറെ ആൾക്കാർ കൂടുതലുണ്ട്. നമ്മളാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ ളുഹറിന്റെ ശേഷം ഇങ്ങനെ ആൾക്കാർ കൂടുതലില്ല. വെച്ചുവൊക്കെ ചെയ്തുകൊണ്ട് ചിലയിടത്തൊക്കെ അങ്ങനെ വയൽ വെച്ച് പോയിട്ട് എന്താന്ന് പറഞ്ഞാൽ ഫിഹാ മീറുൽ മുഅ്മിനീന മിമ്പർ പറഞ്ഞാൽ വയൽ പറയുന്ന ആളുണ്ടാകും. മൈക്കക്കാരെ നിർവൃത്തിയില്ലാത്തതുകൊണ്ട് ഓനും ഉണ്ടാകും. വേറെ ആൾക്കാർ വളരെ കുറവ്. ഒറ്റ മുഅ്മിനെ നീ കേക്ക് അറിയേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ബൈക്ക് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പഴയ കാലത്ത് തന്നെ ഇങ്ങനെ വയൽ ശീലിച്ചു വന്ന ആളുകളായതുകൊണ്ട് അത് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അത്രേ ഉള്ളൂ. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വന്തം താല്പര്യങ്ങൾക്ക് എന്തും പ്രവർത്തിക്കാനുള്ള ലോകം ഇതല്ല. മഹാനരായ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു, അസം എന്ന പേര് വരാൻ കാരണം ചെവി കേൾക്കാത്തവർ എന്നാണ് അതിന്റെ അർത്ഥം. ഹഖല്ലാത്തത് കേൾക്കൂല, നല്ലതല്ലാത്തത് കേൾക്കൂല, നല്ലതേ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് ആ പേര് വരാൻ ഒരു കാരണം. വേറെയും കാരണങ്ങൾ മുമ്പൊരിക്കൽ ഇവിടെ കുറെ മുമ്പ് ആട്ടിയിൽ തങ്ങൾ വയൽ പറയുന്ന സമയത്ത് ഞാൻ ആ വയൽ കേൾക്കാൻ വന്നെന്ന് ഒരു കാരണം മൂപ്പര് ഇവിടെ ഇരുന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. ഈ ഹാത്തമുൽ അസം തങ്ങൾ വലിയ മഹാനാണ്. ആ ഹാത്തമുൽ അസം തങ്ങളുടെ മകൾ വഫാത്തായി. ഒരുപാട് ശിഷ്യന്മാര് വന്നു. എല്ലാവരും ഖബറടക്കൽ ചടങ്ങ് കഴിഞ്ഞിങ്ങനെ വരുമ്പോ ഹാത്തമുൽ അസം തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. ഉസ്താദാണ് ക്ഷമ പഠിപ്പിച്ചത്.
ഉസ്താദാണ് പൊറുതികേട് കാണിക്കരുതെന്ന് പറഞ്ഞത്. എന്നിട്ടും ഈ ഉസ്താദ് ഇങ്ങനെ കരയുമ്പോ ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഉസ്താദെ, മകളെ അള്ള വിളിച്ചപ്പോൾ അത് പോയതല്ലേ, അള്ളാഹുവിന്റെ നിഅമത്തല്ലേ, അത് റബ്ബ് തആല തിരിച്ചെടുത്ത് നിന്ന് എന്തിനാണ് ഉസ്താദ് വിഷമിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഹാത്തമുൽ അസം തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, അല്ല, എന്റെ മോളന്റെ ദുന്യാവിന്റെ വിഷയമാണ്, ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ എന്റെ ദുന്യാവിന്റെ വിഷയമായ ഒരു മകള് മരണപ്പെട്ടപ്പോ 10,000 എന്നെ അനുശോചനം അറിയിക്കാനുണ്ടായി. പക്ഷേ എന്റെ ളുഹറിന്റെ ജമാഅത്ത് ഇന്ന് നഷ്ടപ്പെട്ടു. 1-ാം ജമാഅത്ത് നഷ്ടപ്പെട്ടു. 1-ാം ജമാഅത്ത് എന്റെ നഷ്ടപ്പെട്ടപ്പോ ആ ഒരു നഷ്ടം എന്റെ ആഖിറത്തിന്റെ പ്രശ്നമാണ്. പടച്ചവനെ, ഒരാളും എന്നെ ഈ ആഖിറത്തിന്റെ ഈ ഒരു നഷ്ടത്തില് അനുശോചനം അറിയിക്കാനുണ്ടായില്ലല്ലോ എന്നാലോചിച്ച് വിഷമിച്ചതാണ്. ആ നിലക്കുള്ള മഹാനരായ ഹാത്തമുൽ അസം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മൻ സറഫ അർബഅൻ ഇലാ അർബഇൻ, 4 കാര്യം 4 മേഖലയിലേക്ക് ഒരാൾ നീക്കിവെച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു. അന്നൗമ ഇലൽ ഖബരി, വിശ്രമിക്കാൻ ഖബറിലേക്ക് നീക്കിവെച്ചു. ദുന്യാവിൽ അവൻ വിശ്രമിക്കുന്നില്ല. എന്തേ കാരണം? ഇത് വിശ്രമത്തിന്റെ സമയമല്ല, വിശ്രമത്തിന്റെ ലോകമല്ല. ആ നിലയ്ക്ക് വിശ്രമത്തെ ഒരാള് ഖബറിലേക്ക് നീക്കിവെച്ചാൽ വൽ ഫഖറ ഇൻദൽ മീസാൻ, എല്ലാം മറന്നൊന്ന് സന്തോഷം, അത് മീസാൻ എന്ന തുലാസ് അനുകൂലമാകുന്നത് കാണുന്ന രംഗത്തേക്ക് മാറ്റിവെച്ചു. അതുപോലെ സിറാത്ത് പാലം കടന്നിട്ട് സന്തോഷിക്കാമെന്ന നിലക്ക് റാഹത്തിനെ അങ്ങോട്ടും മാറ്റിവെച്ചു. അതുപോലെ ജന്ന, എന്റെ മനസ്സിൽ പല പൂതികളും ഉണ്ട്, പല താല്പര്യങ്ങളുമുണ്ട്. ആ പൂതിയും താല്പര്യവും ഒരാള് സ്വർഗത്തിലേക്ക് മാറ്റിവെച്ചാൽ അവൻ സ്വർഗത്തിൽ കിടന്നു കഴിഞ്ഞു എന്ന് മഹാനരായ ഹാത്തമുൽ അസം തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മുഅ്മിനേ തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഖ്വാ റസൂലി ഹബൈലാ, എല്ലാ ഇച്ഛകളും അതിന്റെ പിന്നാലെ പോവലാണ് പരാജയ കാരണം, ഖൽബ് മോശമാവാൻ കാരണം. മഹാനരായ ദിന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. 6-ൽ 3-ാമത്തെ കാര്യം തൂലുൽ അമൽ മഅ ഖുർബിൽ അജൽ. ഒരുപാട് ലക്ഷ്യങ്ങൾ, ദുന്യവിയായ ലക്ഷ്യങ്ങൾ, പൂതികൾ, മനസ്സിലെ മോഹങ്ങളും കടലിലെ തിരകളും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും എന്നാണ്. ശതമാകിൽ സഹസ്രം മതിയെന്നും, 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, ഇങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോ തോന്നലാണ്. ഇപ്പോ ഒരു കച്ചവടക്കാരൻ, പലർക്ക് കച്ചവടക്കാരൻ, ഓനൊരു ദിവസം ആവറേജ് 10,000 റുപ്യന്റെ കച്ചവടം നടക്കുന്നുണ്ട് നിൽക്കുക. ഒരു നല്ലൊരു ഓർഡർ, ബിരിയാണി ഓർഡറിന് കിട്ടിയ ഒരു കല്യാണത്തിന്റെ 11,000 റുപ്യന് കിട്ടി. 10 മണിക്ക് തന്നെ ഓൻ കട കൂട്ടി പോവുക. ഇന്നത്തെ കഴിക്കണം ഇശ വരെ കുമ്പള 10,000 കിട്ടല്. ഇന്നിപ്പോ 10 മണിക്ക് തന്നെ കിട്ടിക്കണം. ഇന്നിപ്പോ കുടിയിലൊക്കെ ഒന്ന് പോയിട്ട് ചോറൊക്കെ ഒന്ന് വെച്ചിട്ട് കജുനാലൊക്കെ ഒന്ന് കിട്ടിയിട്ട് പാട്ടം പോലെ നമുക്ക് കടക്കട്ടെ എന്ന് കരുതുമോ? ഇല്ല. അപ്പൊ മനസ്സിലെന്താ ഉണ്ടാകുക? കുറ്റിക്കാർ പോകുള്ളൂ. 4 മണിക്ക് വന്നാൽ ഒരു പോകുള്ളൂ, മറ്റൊരപ്പുറത്തേക്ക് പോകുള്ളൂ, പുറത്തേക്ക് പോകുള്ളൂ. കട പൂട്ടണം എന്നല്ല പറഞ്ഞത്, പൂതി, ആവശ്യമില്ലാത്ത ഒന്നായിട്ട് പെരുഞ്ചാതി പൂതി. കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ വലിയ വലിയ സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ഇപ്പൊ നമ്മളെ കീസിൽ പൈസ ഉണ്ട്, ഒരു 100 റുപ്യ ഉണ്ട്. എന്തിനാപ്പാ 100 റുപ്യ? അത് കുട്ടികൾക്ക് കുറച്ച് സിപ്പപ്പും ഒരു ലേസ് ഐസ്ക്രീമും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം, ഒരു 20 റുപ്യക്ക് ചീരിയും വാങ്ങാം എന്ന നിലയ്ക്ക് ഇങ്ങനെ കീസിലിട്ടതാ. അപ്പൊ ഈ കുട്ടികളെ സന്തോഷിപ്പിക്കൽ ഒരു കൊച്ചു സന്തോഷമാണ്. പക്ഷെ അവിടെ 2 കാലിനും സ്വാധീനമില്ലാതെ ഒന്നുമില്ലാതെ വളരെ പാവപ്പെട്ട ഒരാളുണ്ട് എന്നൊക്കെ. അയാൾക്കാണ് കൊടുത്താൽ ഒരു വലിയ കൂലി കിട്ടും.
പക്ഷെ നല്ല നോക്കി ഇന്നത്തെ കാലത്തൊക്കെ ആണ് ഭയങ്കര സംഗതിയാണ്. അപ്പം ഇന്നലെ കണ്ടില്ലേ ഒരു പെണ്ണ് കാലുമ ഇറച്ചി എട്ടിച്ച് വന്നിക്കാൻ, ഇറച്ചി ഇങ്ങനെ എത്ര ഇടങ്ങേറുണ്ടാകും അതിന്. അപ്പം എന്നാൾ ഒരാളെ പിടിച്ചു നോക്കുമ്പോൾ കാലിങ്ങിട്ട് മടക്കി വെച്ചു, മടക്കിയിട്ട് എന്തുകൊണ്ട് വെച്ചിട്ട് ഒറ്റക്കാലിനാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടേ ഇങ്ങോട്ട് പിരിവിനടക്കുക. അങ്ങനെ പല ആളുകളും പല രൂപങ്ങളിലും. ഒരിക്കൽ പള്ളിയിലൊരാൾ വന്നു. അയാൾ വന്ന് എനിക്ക് 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടീൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കരച്ചിൽ. ശരിക്കും കണ്ണുന്ന കണ്ണീര് അപ്പം കൊടുത്തു. എൻ്റെ അടുത്തുള്ള കാര്യം ഞാൻ കൊടുത്തു, നല്ല പിരിവ് കൊടുത്തു. പിന്നെ പൊതുവെ പള്ളിയിൽ ഇപ്പോൾ ഒരു ഉസ്താദ് 2 കൊല്ലല്ലേ ഉണ്ടാകുള്ളൂ എന്നുള്ള നിലക്ക് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ വന്നു. ഇതേ മാറ്റർ അയാൾ ഇന്നെ മറന്നിരിക്കുന്നു, പക്ഷെ ഞാൻ അയാളെ മറന്നിട്ടില്ല. ഇതേ മാറ്റർ ഒന്ന് പറഞ്ഞു. പിന്നെ അയാളോട് വിഷയങ്ങൾ പറഞ്ഞു, അതിൻ്റെ മട്ടത്തിൽ പറഞ്ഞു. 4 കൊല്ലം മുമ്പ് ഇതേ മാറ്ററോട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നു, നിങ്ങൾ സംഭവം ഇങ്ങനെയൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് അന്നുണ്ടായിരുന്നത് 2 ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്, ഇപ്പോഴും ഉള്ളത് 2 ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. എത്ര പെണ്ണുങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഏത് പെണ്ണുങ്ങളെ കണക്കാണ് നിങ്ങൾ പറയണത്? മേലാൽ പറ്റിച്ചരുത് എന്ന് പറഞ്ഞിട്ടൊരു ഉപദേശം കൊടുത്ത് മട്ടം പോലെ ആക്കിയിട്ട് ഇന്നിപ്പോൾ തൽക്കാലം നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞ അയാളെ വിട്ടു. വേറെ ആളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ ഇത് നമ്മൾ നാട്ടുകാരോട് പറഞ്ഞാൽ അല്ലേ, ഓരോരുത്തരും ഒന്ന് തോണ്ടിയ പോലെ. കാരണം ഒരിക്കൽ പെരുന്നാക്കൊരു ഇതേപോലെ ഒരു വേഷത്തിൽ, മൂല്യരൊന്നല്ല, എന്നാൽ ഇതേപോലെ വേഷം തലയിൽ കെട്ടിയിട്ട് നമ്മളെ പള്ളിയിൽ വരികയാണ്. ചളിയായ ഷർട്ടും ഇതൊക്കെ കൂടെ ഇട്ടിട്ട് വന്നിട്ട് ജ്യേഷ്ഠൻ ഹോസ്പിറ്റലിലാണ്, വാൾവിൻ്റെ ഇതായിട്ട് ഭയങ്കര സങ്കടം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മക്ക് തന്നെ സങ്കടം തോന്നിയിട്ട് പെരും പിരിവ് ആണ്. പിരിച്ച് പൈസ കൊടുത്തു. ഇയാൾ അങ്ങനെ പോയിട്ട് ഇയാൾ നേരെ കാണുന്നത് എവിടെയാണ്? നന്ദിലത്ത് പോയിട്ട് ഇയാൾ TV വാങ്ങുക, ഈ കായുകൊണ്ട് വലിയ. അങ്ങനെ ഇയാളെ പിന്തുടർന്ന് അവസാനം പോയി നോക്കുമ്പോൾ ഇങ്ങനെയുള്ളത്. അപ്പോൾ പിടിച്ചൊന്നുമില്ല. പിന്നെ അയാളെ നമ്പർ വാങ്ങിച്ചു. നമ്മൾ ഒരാൾക്ക് നമ്പർ കൊടുത്തിത് ഇങ്ങനെ ഉണ്ട്, അപ്പം അയാളൊന്ന് ഉപദേശിക്കണം എന്നാണ്. ഇപ്പം പറഞ്ഞു, ഇന്നാളത്തെ ആ ഓപ്പറേഷൻ്റെ ആളല്ലേ, നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ട് ഇവിടെ എന്നാ പറഞ്ഞപ്പം അതേ കോലത്തിലും വന്നു. നേരെ ഒരു കടൻ്റെ ഉള്ളിലാക്കി ഷട്ടർ താത്തി. പിന്നെ എന്തേ നടന്നറിയില്ല, ഒരു ഗ്ലാസ് സർവത്ത് കൊണ്ടുപോകണുണ്ട്, വേറെ ഒന്നും നമ്മളെ കണ്ടില്ല. ഇങ്ങനെയാണ് മനുഷ്യന്മാർ അല്ലേ. അപ്പൊ ഇനി കുതിരപ്പുറത്ത് വന്നാലും കൊടുത്തോളി എന്നൊക്കെ ഹദീസിലുണ്ട്. കൊടുത്താൽ ആ കൂലിട്ടും, പക്ഷേ നല്ല മനുഷ്യന്മാർക്ക് കൊടുക്കുക. ലോട്ടറി കച്ചവടക്കാർ വരെ ആ ജുമാന്റെ നേരത്തേക്കാണ് പള്ളിയിൽ വന്നിട്ട് പിരിവിട്ട് കണ്ട് പിന്നെ ബാക്കി ലോട്ടറി ആൾക്കാർ വരെ ഉണ്ട് നമ്മളെ നാട്ടിൽ. അപ്പൊ അർഹരായ ആളുകൾ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ബോർഡുണ്ട്, യാചകർക്ക് പ്രവേശനമല്ലാതെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. സാധുക്കൾക്ക് കൊടുക്കണം, യാചകർക്ക് കൊടുക്കണം. ഈ അർഹരായ ആളുകളും ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ കുടുങ്ങിപ്പോവുകയാണ്. എന്നാൽ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒന്നും ചോദിക്കാതെ എന്നാൽ ഒന്നും കഴിയാത്ത പാവപ്പെട്ട കുറേ ആളുകളുണ്ടാകും. അവരെ കണ്ടറിഞ്ഞ് ഓർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ കാണുന്നത് വളരെ നല്ലതാണ്, സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, താല്പര്യങ്ങൾ ഒരുപാട് കൂടും, മഅഖുർബിൽ അജൽ, എന്നാൽ അവധി വളരെ അടുത്തായിരിക്കും. അപ്പൊ ആഖിറത്തിന്റെ ചിന്തയാണ് എപ്പോഴും മനസ്സിൽ വേണ്ടത്. മഹാനരായ ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, മറ്റൊന്നെന്താണ്? ഇഖ്തിയാറു റിളൽ ഖൽഖി അലാ റിളൽ ഖാലിഖ്. സൃഷ്ടാവിന്റെ പൊരുത്തത്തേക്കാൾ സൃഷ്ടിയുടെ പൊരുത്തത്തിന് പ്രാമുഖ്യം കൊടുക്കുക. സൃഷ്ടികളുടെ പൊരുത്താണ് നോക്കുന്നത്, സൃഷ്ടാവിന്റെ പൊരുത്തം നോക്കുന്നില്ല. ഭാര്യനെ ഇഷ്ടപ്പെടുത്തണം, അതിന് അല്ലാഹനെ മറക്കുക. ജീവിതത്തിൽ നാട്ടുകാർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കുന്നില്ല. പടച്ചവനെ, ഞാനിത് ചെയ്താൽ നാട്ടുകാരെന്താ വിചാരിക്കാന്ന് ചിന്തിക്കുന്നു, അല്ലാഹു തആല കാണുന്നുണ്ട് എന്ന ബോധമില്ല. ഇഖ്തിയാറു റിളൽ ഖൽഖി അലാ റിളൽ ഖാലിഖി.
ഖാലിഖിന്റെ റിളക്കാണ് പരിഗണന കൊടുക്കേണ്ടത്. സൃഷ്ടാവിന്റെ പൊരുത്തത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത്, സൃഷ്ടിയുടെ പൊരുത്തത്തിനല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, റിളൽ വാലിദൈ, മാതാപിതാക്കളുടെ പൊരുത്തം വേണം, ഭർത്താവിന്റെ പൊരുത്തം വേണം, അതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തം വേണം. അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണോ, ഭർത്താവിന്റെ പൊരുത്തം വേണം. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനെ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തമില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ എപ്പോഴും സംരക്ഷിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ആ നിലക്കാകുമ്പോഴേ വിജയം കൈവരിക്കൂ. അങ്ങനെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മഹാനാണ് മഹാനരായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. അത് വലിയൊരു ഇബാദത്താണ്, നമ്മളൊക്കെ കേൾക്കാറുള്ള ചരിത്രമാണ്. പഴയ കാലത്തുള്ളൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് വിശദീകരിച്ചു കൊടുക്കുന്നു. സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരു ഗുഹയിൽ 3 ആളുകൾ കുടുങ്ങി. മഴയത്ത് കയറിയതാ, വലിയൊരു പാറ. മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ മുമ്പിൽ വലിയ പാറ, ഉന്തിയ നീങ്ങാത്ത ഭയങ്കര പാറ വന്നാണ് മൂടി. ഇന്ന് മൂടിയ പ്രശ്നമല്ല, JCBയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികളൊക്കെ വന്നിട്ട് അതങ്ങൾ നീക്കിക്കോളും അല്ലേ. ചിലയിടത്ത് കുടുങ്ങിയാണ്ട് മരിച്ചിട്ടുണ്ട്, ഉരുൾപൊട്ടിയിട്ട് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. എത്തിയോടത്ത് എത്തും, എങ്ങനെ അറിയില്ലല്ലോ. ഇപ്പോ സൗദിയിൽ ഒരിക്കൽ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് പണി നടക്കുന്ന ബിൽഡിങ്ങിൽ ലിഫ്റ്റിന്റെ ഉള്ളിൽ ലിഫ്റ്റ് കേടായിട്ട് അതിൽ കുടുങ്ങിക്ക. അതിൽ ആളുണ്ട് എന്ന് അറിഞ്ഞിട്ടില്ല, ഏതോ ബംഗാളികളെയൊന്നും. 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് ആളെങ്ങനെ മരിച്ചു മരവിച്ച് കിട്ടുന്നത്. അപ്പൊ ഇതേപോലെ ഞങ്ങൾ കുടുങ്ങി, പെരും കുടുക്കം. അങ്ങനെ കുടുങ്ങിയപ്പോ ഓരോരുത്തരെ ഇബാദത്ത് പറഞ്ഞു. ഒരാള് പറഞ്ഞ ഇബാദത്ത് എന്താണ്? എൻ്റെ ഉമ്മ, ആ ഉമ്മാക്ക് ഞാൻ വളരെ ഹിദമത്തെടുത്തു. ആ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാതെ കുട്ടികൾക്കൊന്നും കൊടുക്കലില്ല. ഒരു ദിവസം രാത്രി ഞാൻ വന്നു നോക്കുമ്പോൾ ഉമ്മ ഉറങ്ങിയാണ്. എൻ്റെ കുട്ടികളിങ്ങനെ കരഞ്ഞിട്ട് ഒരുക്ക് കൊടുത്തില്ല. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നു, ഉമ്മ ഉണരുന്നത് വരെ. അള്ളാഹുവേ, അതൊരു ഹൈറാണെങ്കിൽ ഞങ്ങളെ തൊട്ടിട്ട് ഈ ഒരു അവസ്ഥക്ക് ഒരു മാറ്റം വരണം എന്ന് പറഞ്ഞു. അതിൽ പാറ ലേശം നീങ്ങി. അള്ളാഹു താലൊക്കെ ഒന്നായിട്ടാണ് നീക്കാലോ. കുറച്ച് നീക്കി അള്ളാഹു താല നീക്കി കൊടുത്തു, ലേശം നീങ്ങി. അപ്പോൾ വേണമെങ്കിൽ ഒരു കയ്യൊക്കട, ഇങ്ങനെ കയ്യൊക്കട. പിന്നെ അടുത്ത ആള് പറഞ്ഞു, ഞാൻ എൻ്റെ സമ്പാദ്യം ഒരാൾ കടം വന്ന് ചോദിച്ചു, ഒരു പെണ്ണ് കടം വന്ന് ചോദിച്ചു എൻ്റെ കുടുംബത്തിൽപ്പെട്ട. എനിക്ക് ആ പെണ്ണുമായിട്ട് തെറ്റ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടി. അങ്ങനെ ഞാൻ അള്ളാഹിനെ പേടിച്ചിട്ട് ആ തെറ്റൊന്ന് മാറിയിരുന്നു. പടച്ചോനെ, ഇതൊരു നല്ല കാര്യമല്ലേ, അതുകൊണ്ട് അതിൻ്റെ ബർക്കത്തുകൊണ്ട് എന്ന് രക്ഷപ്പെടുത്തണം. അതിൽ ലേശം കൂടി വന്നു. ഇപ്പം വേണമെങ്കിൽ കാലിടാം, അല്ലെങ്കിൽ തലടാം. അപ്പം നാളെ ഒരാൾ തല ഇട്ടിന്ന് ഉടല് പോണില്ല, പിന്നെ തലയും കുടുങ്ങിയാണ്ട് ആ കിടങ്ങാറായി ഫയർഫോഴ്സ് വരേണ്ടി വന്നു. അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ. ഇപ്പം നാളെ കുട്ടിയുടെ കൗത്തിൽ കണ്ടിട്ട് തലൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് കുടത്തിൻ്റെ ഉള്ളിൽ തല കുടുങ്ങുക. അങ്ങനെ ഇപ്പം നായ്ക്കളങ്ങനെ കുടുങ്ങലുണ്ട്. ഇങ്ങനെ നായ്ക്കൾ ഇങ്ങനെ ടണ്ടണ്ടെന്ന് പറഞ്ഞ മണ്ടും കണ്ണും കാണൂല, അങ്ങനെ ആകെപ്പാട് ഇടങ്ങാറാകലുണ്ട്. അപ്പൊ ഇതേപോലെ കുറച്ചിനതായി. അപ്പൊ 3-ാമത്തെ ആള് പറഞ്ഞു, എനിക്കൊരു കൂലിക്കാരുണ്ടായിരുന്നു, കൂലി മേടിക്കാതെ പോയി. ഞാൻ ആ മുതൽ ഇങ്ങനെ വളർത്തി അത് ഒരുപാട് മുതലായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കൂലിക്കാരൻ വന്നു. മോൻ ആ കൂലി കൊടുത്താൽ മതി, പക്ഷെ അതിന് പകരം ഞാൻ എന്തായി, ഇത് മുഴുവനോടാ എൻ്റെ കൂലി കൊണ്ട് വാങ്ങിയാൽ ഇത് കൊണ്ടുപോയിക്കോ പറഞ്ഞു. നിങ്ങൾ എന്നെ കളിയാക്കുക? അല്ല, കളിയാക്കൊന്നല്ല, എടുത്തോ ഇത് പറഞ്ഞു. അങ്ങനെ അതൊരു ഹൈറായ സംഗതിയാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേന്ന് പറഞ്ഞു. അതോടുകൂടെ മുഴുവനോ നീങ്ങി എന്ന് കാണാം. അപ്പോ യജമാനനായ റബ്ബിന്റെ തുണ അത് ഏറ്റവും വലിയ സംഭവമാണ്. അള്ളാഹുവിന്റെ പൊരുത്താണ് ഏറ്റവും വലുത്. ആ പൊരുത്തമുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ പെടുത്തുമാറാവട്ടെ. ഖൽബ് മോശമാകുന്നതിന്റെ ലക്ഷണമാണ്, അള്ളാഹു കാക്കട്ടെ. മറ്റൊന്നോ സുന്നത്തായ കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്. അത് സുന്നത്തല്ലേ, അത് ഉപേക്ഷിക്കാനുള്ളതല്ല.
ഗസാലി ഇമാം ഒരിക്കൽ ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ വുളുണ്ടാക്കിയ സമയം തല ലേശം തടക്കിയത്. നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് തടക്കണം. അപ്പോൾ തല മുഴുവൻ തടവണ്ടടോ എന്ന് ചോദിച്ചപ്പോൾ അത് സുന്നത്തല്ലേ എന്ന് ചോദിച്ചു. എടാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാനുള്ളതല്ല, എടുക്കാനുള്ളതാണ്. ഇപ്പോൾ എൻ്റെ എനിക്ക് 2 കയ്യുമില്ലെങ്കിൽ ജീവിക്കും ചോദിച്ചു. ആ ജീവിക്കും എന്ന് പറഞ്ഞു. 2 കാലില്ലെങ്കിലും ചോദിച്ചു. കാലില്ലെങ്കിലും ഞാൻ ജീവിക്കും. ശരി, ആ ജീവിതം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. 2 കയ്യും 2 കാലും ഇല്ലെങ്കിൽ എന്താ ആവല്? ഇതേപോലെയാണ് ഫർള് പറഞ്ഞാൽ നമ്മളെ ഉടലാണ്, സുന്നത്ത് പറഞ്ഞാൽ നമ്മളെ കയ്യും കാലുമാണ്. അപ്പോ സുന്നത്ത് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും അപകടകരമായ വിഷയമാണ്. ദിന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കണം സുന്നത്തുകൾ. നടത്തത്തിന് സുന്നത്ത്, ഇരുത്തത്തിന് സുന്നത്ത്, കിടത്തത്തിന് സുന്നത്ത്, അതുപോലെ വുളൂഇന്റെ സുന്നത്ത്. ഇന്ന ഹാദൽ ഖൈറ ഖസാഇനു വലിൽ ഖസാഇനി മഫാത്തിഹ് ഫതുബാ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ മിഗ്ലാഖൻ ലിശ്ശർ വവൈലുൻ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിശ്ശർ മിഗ്ലാഖൻ ലിൽ ഖൈർ ഖാല റസൂലുള്ളാഹി. ദീൻ ഇന്ന ഹാദ ദീൻ ഖൈർ, ഈ ദീനിന്റെ ഏത് കാര്യമെടുത്താലും ഖസാഇനു, ഒരുപാട് ഖജാനകളാണ്, ഒരുപാട് നന്മകളുള്ളതാണ്. വലിൽ ഖസാഇനി മഫാത്തിഹ്, ഓരോ ഖജാനക്കും ഒരുപാട് ചാവികളുണ്ട്. ഫതൂബാ ലിമൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, അല്ലാഹു നന്മയുടെ ചാവികൾ ആരെയാക്കിയിട്ടുണ്ടോ അവർക്കാണ് വളരെ സന്തോഷം. ആ നന്മയുടെ ചാവികളായി അല്ലാഹു നമ്മയൊക്കെ മാറ്റി തരുമാറാവട്ടെ. അല്ലാഹു നമ്മെ എല്ലാ മേഖലയിലും വിജയിപ്പിക്കുമാറാവട്ടെ. ഈ 6 കാര്യമാണ് ഖൽബ് മോശമാവാൻ കാരണമെന്ന് മഹാനരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നല്ല മനസ്സ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.